ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ മോഡ്യൂളിലെ ഇൻ്റർമീഡിയറ്റ്സ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രധാനമായിട്ടും 7 രീതിയിലുള്ള ഇൻ്റർമീഡിയറ്റ്സ് ആണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിലുള്ളത്. ഒന്നാമത്തെ ഇൻ്റർമീഡിയറി ആണ് മെർച്ചൻ്റ് ബാങ്കർ, രണ്ടാമത്തെ ഇൻ്റർമീഡിയറി ആണ് അണ്ടർ റൈറ്റർ ടു ദി ഇഷ്യൂ, മൂന്നാമത്തെ ആളാണ് രജിസ്റ്റർ ഓർ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, നാലാമത്തെ ഇൻ്റർമീഡിയറി ആണ് ബ്രോക്കർ ടു ദി ഇഷ്യൂ, അഞ്ചാമത്തെ ഇൻ്റർമീഡിയറി ആണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, ആറാമത്തെ ഇൻ്റർമീഡിയറി ആണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, ഏഴാമത്തെ ഇൻ്റർമീഡിയറി ആണ് ഡിപ്പോസിറ്ററീസ്. ഇവർ ഓരോന്നും എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സെക്യൂരിറ്റി ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നിർവഹിക്കുന്നത് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെർച്ചൻ്റ് ബാങ്കറെ കുറിച്ചാണ്. മെർച്ചൻ്റ് ബാങ്കർ എന്നാൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലോ അല്ല എങ്കിൽ മാനേജ് ചെയ്യുന്നതിലോ മുഴുകിയിരിക്കുന്ന, അതായത് ഒരു ഷെയർ വിൽക്കുന്നതിൽ അറേഞ്ച്മെൻറ്റ്സ് വരുത്തുകയോ ഷെയറിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് കൺസൾട്ട് ചെയ്യുകയോ അല്ല എങ്കിൽ അഡ്വൈസറായി നിന്നുകൊണ്ട് അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല എങ്കിൽ ഒരു സ്ഥാപനത്തെയാണ് നമ്മുടെ മെർച്ചൻ്റ് ബാങ്കർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെർച്ചൻ്റ് ബാങ്കർ എന്നത് ഒരു പ്രൈമറി മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർമീഡിയറി ആണിത്. നമ്മുടെ മെർച്ചൻ്റ് ബാങ്കറിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെർച്ചൻ്റ് ബാങ്കറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പബ്ലിക് ഇഷ്യൂവിനെ മാനേജ് ചെയ്യുക എന്നത്. എവിടെയെങ്കിലും പബ്ലിക് ഇഷ്യൂ നടക്കുമ്പോൾ മെർച്ചൻ്റ് ബാങ്കർ ഒരു ലീഡിംഗ് മാനേജറെ നിന്നുകൊണ്ട് ആ പബ്ലിക് ഇഷ്യൂവിനെ മാനേജ് ചെയ്യണമെന്നുള്ളതാണ് സെബി ആക്ട് 1992 പ്രിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. ഇനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ നമ്പർ അനുസരിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ മെർച്ചൻ്റ് ബാങ്കറെ ഈ ഒരു പബ്ലിക് ഇഷ്യൂ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നിയമിക്കാമെന്നും സെബിയുടെ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 400 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 4 5 അതിൽ കൂടുതലോ മെർച്ചൻ്റ് ബാങ്കറെ ലീഡിംഗ് മാനേജറായിട്ട് ഈ പബ്ലിക് ഇഷ്യൂ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നിയമിക്കാമെന്നും സെബി ഗൈഡ് ലൈൻസിൽ കൂടി പറയുന്നുണ്ട്. ഈ മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്. ഏത് വ്യക്തിയുടെ കയ്യിലാണോ പണമുള്ളത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും പണം ശേഖരിച്ചതിന് ശേഷം ഏത് വ്യക്തിക്കാണോ പണം ആവശ്യമുള്ളത് ആ വ്യക്തിയുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്ന ഇൻ്റർമീഡിയറി റോളാണ് ഈ മെർച്ചൻ്റ് ബാങ്കർ നിർവഹിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇഷ്യൂ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്കർ. നമ്മുടെ ഈ ഒരു പബ്ലിക് ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് മെർച്ചൻ്റ് ബാങ്കർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫങ്ഷനുകളാണ് ചെയ്യാനുള്ളത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും ഇഷ്യൂ ചെയ്തതിന് ശേഷവും ആ കാര്യമാണ് ഇതിൽ കൂടി പറയുന്നത്. ഒന്നാമത്തെ ചുമതലയാണ് സെക്യൂരിറ്റി ഇഷ്യൂ അഥവാ പബ്ലിക് ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്, പബ്ലിക് ബോഡീസ്, പ്രൊഫഷണൽസ് ആൻഡ് പ്രൈവറ്റ് ഏജൻസീസ് എന്നിവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് സെക്യൂരിറ്റി ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും സെബി അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രോസ്പെക്ടസിലോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സിലോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വിവരങ്ങൾ ഓൺലൈൻ ഫോർമാറ്റിലായിട്ട് സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മെർച്ചൻ്റ് ബാങ്കറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ്, അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും സെബി അല്ല എങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുകൂടാതെ വിവരങ്ങൾ ഓൺലൈൻ ഫോർമാറ്റിൽ സൂക്ഷിക്കുക. സെക്യൂരിറ്റി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലീഗൽ ഫോർമാലിറ്റീസും ലിസ്റ്റ് ചെയ്യുക, പൂർത്തീകരിക്കുക, അവ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക, ക്രമീകരണങ്ങൾ ചെയ്യുക എന്നതും ഈ ഒരു മെർച്ചൻ്റ് ബാങ്കറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ന്യൂ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക, അതായത് അണ്ടർ റൈറ്റർ, രജിസ്ട്രാർ, ബ്രോക്കർ മുതലായിട്ടുള്ള ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ ന്യൂ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇടനിലക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നതും മെർച്ചൻ്റ് ബാങ്കറുടെ ചുമതലയാണ്. ഇഷ്യൂവുമായി ബന്ധപ്പെട്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, ന്യൂ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുക മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെർച്ചൻ്റ് ബാങ്കറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇനി അടുത്ത ചുമതല എന്താണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഇഷ്യൂ ഓഫ് ഡ്യൂട്ടീസ്, അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെർച്ചൻ്റ് ബാങ്കർക്ക് എന്തൊക്കെ തരത്തിലുള്ള ചുമതലകളാണ് ഉള്ളതെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ന്യൂ ഇഷ്യൂ നടത്തിയതിന് ശേഷം നമുക്ക് സെക്യൂരിറ്റീസ് വാങ്ങുവാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ആണോ നമുക്ക് കിട്ടിയേക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഫോംസ് മൊത്തം എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റേഴ്സുള്ള ആളുകളുടെ കൈകളിൽ നിന്ന് മൊത്തം കളക്ട് ചെയ്യുക.
രണ്ടാമത്തെ കാര്യം അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മൊത്തം ബാങ്കേഴ്സിൻ്റെ കൈകളിൽ നിന്നും കളക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിന് എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രീനിങ് നടത്തുക. അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക. അതുകൂടാതെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓർഡറുകളോ എന്തെങ്കിലും തരത്തിലുള്ള ലെറ്ററുകളോ അയക്കാണ്ടെങ്കിൽ അത് അയക്കുക. ഇതുകൂടാതെ മറ്റൊരു ഡ്യൂട്ടിയാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റീസിൻ്റെ വില എത്രയായിരിക്കണമെന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് ഡിറ്റർമൈൻ ചെയ്യുക. അതുകൂടാതെ ന്യൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലോട്ട്മെൻറ്റ്സ് ആൻഡ് അതർ കമ്പനി സർട്ടിഫിക്കറ്റ്സ് മുതലായവ സെബിയുടെ രജിസ്ട്രാർക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കൈമാറുക. ഇതുകൂടാതെ മറ്റൊരു ഡ്യൂട്ടിയാണ് സെക്യൂരിറ്റി ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുക. അതായത് ASB അക്കൗണ്ട്, എസ്ക്രോ അക്കൗണ്ട്സ് മുതലായുള്ള അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുക. ഇതുകൂടാതെ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റീസ് ഏതൊക്കെയാണോ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക. ഇതുകൂടാതെ ന്യൂ ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് ഇടനിലക്കാരായിട്ടുള്ള ആളുകളൊക്കെയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള മെർച്ചൻ്റ് ബാങ്കറുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി ഏകദേശം 191ഓളം മെർച്ചൻ്റ് ബാങ്കുകൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ മെർച്ചൻ്റ് ബാങ്കറുടെ റോളുകൾ നിർവഹിക്കാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് സെബി ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ്, DSB മിറിൽ ലോഞ്ച് ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, JP മോർഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മുതലായിട്ടുള്ള അനവധി ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ് മെർച്ചൻ്റ് ബാങ്കറുടെ റോളുകൾ നിർവഹിക്കാൻ വേണ്ടി, അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ 101ഓളം ആളുകൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ന്യൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെർച്ചൻ്റ് ബാങ്കറുടെ റോളുകൾ നിർവഹിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മറ്റൊരാളാണ് അണ്ടർറൈറ്റർ. ന്യൂ ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഇടനിലക്കാരനാണ് അണ്ടർറൈറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ന്യൂ ഇഷ്യൂവിന് വേണ്ടി നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസിൽ 90% സെക്യൂരിറ്റീസ് എങ്കിലും ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾ വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ന്യൂ ഇഷ്യൂ എന്ന് പറയുന്നത് സക്സസ്ഫുള്ളായി മാറുകയുള്ളൂ. ഇനി ആ 90% ആളുകളും അതായത് നമ്മൾ കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസിൽ 90% സെക്യൂരിറ്റീസും ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ന്യൂ ഇഷ്യൂ സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസ് കുറച്ച് ആളുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ ബാക്കിയുള്ള സെക്യൂരിറ്റീസിൻ്റെ ഒക്കെയും ആപ്ലിക്കേഷൻ മണി ഈ ഒരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തേക്കുന്ന കമ്പനി റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. അത് കമ്പനിക്ക് വലിയ രീതിയിലുള്ളൊരു നഷ്ടത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ അണ്ടർറൈറ്റിംഗ് ഇഷ്യൂസ് നടത്തുന്നത്. അതായത് നമ്മൾ ചില കമ്പനികൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസ് അത് 90% സബ്സ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ 90% ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ വാങ്ങിക്കൊണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ വന്നു കഴിഞ്ഞാൽ കമ്പനീസ് ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസസ് ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾ ആരും വാങ്ങിയിട്ടില്ല, കമ്പനിക്ക് ക്യാപിറ്റലൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻ മണി കമ്പനി എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് നൽകേണ്ടതായിട്ട് വരും. ഈ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് കമ്പനീസ് അണ്ടർറൈറ്റർ ദി ഇഷ്യൂ എന്ന് പറയുന്ന ആളുടെ സേവനം തേടുന്നത്. ഈ അണ്ടർറൈറ്റർ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവരെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത സെക്യൂരിറ്റീസിൽ സർട്ടൻ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് വാങ്ങിക്കൊള്ളാമെന്നും ആ സെക്യൂരിറ്റീസ് വാങ്ങി കമ്പനിക്ക് ആ സെക്യൂരിറ്റീസിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അണ്ടർറൈറ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ആരാണ് ഈ അണ്ടർറൈറ്റേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ആകാം, അല്ലെങ്കിൽ ബാങ്കേഴ്സൊക്കെ ആകാം. അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അണ്ടർറൈറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവർ ഈ തരത്തിലുള്ള സേവനങ്ങൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റീസൺ ആഗ്രഹിക്കുന്ന കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന ഈ സേവനത്തിന് ഇവർക്ക് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു കമ്മീഷനെ വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്.
കാരണം അവരാണല്ലോ ഈ ഒരു കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസ് പബ്ലിക് വാങ്ങാതെ വരുമ്പോൾ സഡൻ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് വാങ്ങിക്കൊണ്ട് ഈ കമ്പനീസിന് വായ്പ കൊടുക്കുന്നത് അല്ലെങ്കിൽ പണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർ റൈറ്റേഴ്സുള്ള ആളുകൾക്ക് അവർ ചെയ്തു നൽകുന്ന ഈ സേവനത്തിന് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ചാർജ് ചെയ്യാവുന്നതാണ്. ആ കമ്മീഷനെ വിളിക്കുന്ന പേരാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ അണ്ടർ റൈറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ സെബിയിൽ രജിസ്റ്റർ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന വ്യക്തികളും കൂടി ആയിരിക്കണം. ഇനി മറ്റൊരു ഇൻ്റർമീഡിയറിയാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നതാണ് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. കമ്പനി സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ബ്രോക്കേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കമ്പനീസിൻ്റെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഓതറൈസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നമ്മൾ ബ്രോക്കേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കമ്പനീസിന് എത്ര ബ്രോക്കർമാരെ വേണമെങ്കിലും തങ്ങളുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഓതറൈസ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ കമ്പനീസ് ഇങ്ങനെ ചുമതലപ്പെടുത്തുന്ന ബ്രോക്കർമാർ അവർക്കറിയാവുന്ന മറ്റ് സബ് ബ്രോക്കർമാരുടെ സഹായത്തോടു കൂടിയും ഈ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുകയും മറ്റ് ഇൻവെസ്റ്റേഴ്സുടെ ആളുകളെ കണ്ടെത്തി അവരുടെ കൈകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സെക്യൂരിറ്റീസ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റുള്ള ബ്രോക്കേഴ്സ് വഴിയും അവരുടെ കീഴിലുള്ള സബ് ബ്രോക്കേഴ്സ് വഴിയും മറ്റ് ഇൻവെസ്റ്റേഴ്സുള്ള ആളുകളെ കൊണ്ട് ഈ സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബ്രോക്കേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനീസ് നിർബന്ധമായിട്ടും ബ്രോക്കർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്ന് സെബിയുടെ ഗൈഡ് ലൈൻസിൽ ഒരിക്കലും പറയുന്നില്ല. കമ്പനീസിന് വേണമെങ്കിൽ മാത്രം ബ്രോക്കേഴ്സിനെ അല്ലെങ്കിൽ ബ്രോക്കർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഇൻ്റർമീഡിയറീസിനെ പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസിൽ ഉൾക്കൊള്ളിച്ചാൽ മതി. ഇനി ബ്രോക്കേഴ്സ് ഇങ്ങനെ നൽകുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുവാനുള്ള അധികാരം സെബിയുടെ ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ടും നിഷ്കർഷിച്ച് പറയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സിന് ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ബ്രോക്കേഴ്സിൻ്റെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ബ്രോക്കേഴ്സായിട്ടുള്ള കമ്പനീസാണ് പറയുന്നത്. UTI സെക്യൂരിറ്റി ലിമിറ്റഡ്, UAE എക്സ്ചേഞ്ച് ആൻഡ് ഫിനാൻസ് ലിമിറ്റഡ്, കാവേരി സ്റ്റോക്ക് ബ്രോക്കിംഗ് ലിമിറ്റഡ്, ഷെയർഖാൻ ലിമിറ്റഡ് മുതലായിട്ടുള്ള ആളുകളൊക്കെയും എന്താണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രോക്കേഴ്സിൻ്റെ റോൾ നല്ല രീതിയിൽ നിർവഹിക്കുന്ന ആളുകളാണ്. ഇനി മറ്റൊരു ഇടനിലക്കാരനാണ് രജിസ്റ്റർ ടു ദ ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ചുമതല മെർച്ചൻ്റ് ബാങ്കറെ പോലെ തന്നെ വഹിക്കുന്ന ഒരു ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ് രജിസ്റ്റർ ടു ദി ഇഷ്യൂ. അതുപോലെ തന്നെ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ് മുതലായിട്ടുള്ള ആളുകൾ അവർ പബ്ലിക് ഇഷ്യൂവിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെർച്ചൻ്റ് ബാങ്കറെ സഹായിക്കുന്ന ചുമതല അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്കറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രധാനമായിട്ടും ഇവർ നിർവഹിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു രജിസ്റ്റർ ടു ദി ഇഷ്യൂ അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ് മുതലായിട്ടുള്ള ആളുകളെ പ്രധാനമായിട്ടും ഈ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്യൂരിറ്റി മാർക്കറ്റിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്തിനു വേണ്ടിയാണ്, നമ്മുടെ മെർച്ചൻ്റ് ബാങ്കറായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ തരത്തിൽ മെർച്ചൻ്റ് ബാങ്കറെ സഹായിക്കാൻ വേണ്ടി ഇവരെന്തൊക്കെ തരത്തിലുള്ള ഈ രജിസ്റ്റർ ടു ദി ഇഷ്യൂ അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ് എന്തൊക്കെ തരത്തിലുള്ള ചുമതലകളാണ് മെർച്ചൻ്റ് ബാങ്കർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദ ഫോർമാറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ദ മെർച്ചൻ്റ് ബാങ്കർ ആൻഡ് ലീഡ് മാനേജർ. അതായത് ഇഷ്യൂ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെർച്ചൻ്റ് ബാങ്കർക്കും വേണ്ടിയോ അല്ലെങ്കിൽ ലീഡ് മാനേജർക്ക് വേണ്ടിയിട്ടോ ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക മുതലായിട്ടുള്ള ചുമതലയാണ് പ്രധാനമായിട്ടും ഈ രജിസ്റ്റർ ടു ദി ഇഷ്യൂ ഏറ്റവും നിർവഹിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഐഡൻറ്റിഫൈയിങ് കളക്ഷൻ സെൻറ്റേഴ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോംസിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ സെൻറ്ററുകൾ കണ്ടെത്തുക എന്നതും ഈ ഒരു രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഓപ്പണിംഗ് കളക്ഷൻ അക്കൗണ്ട് വിത്ത് ബാങ്ക്സ്, ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ഷൻ അക്കൗണ്ടുകൾ ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യുക എന്നതും ഈ ഒരു രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. കളക്ടിങ് ആപ്ലിക്കേഷൻ ഫോം ഫ്രം ബാങ്ക്സ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ ബാങ്കുകളിൽ നിന്നും കളക്ട് ചെയ്യുക എന്നതും ഈ ഒരു രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. സ്ക്രൂട്ടനൈസിങ്
സ്ക്രൂട്ടനിങ് ആപ്ലിക്കേഷൻ ഫോംസ്, അതായത് ബാങ്കുകളിൽ നിന്നും ന്യൂഷ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കുകളിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ നിന്നും സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകളെ സ്ക്രൂട്ടനൈസ് ചെയ്തെടുക്കുക എന്ന ചുമതലയും ഈ രജിസ്ട്രാറുടേതാണ്. ഇൻഫോമിംഗ് ദ മെർച്ചൻറ്റ് ബാങ്കർ ആൻഡ് ദ കമ്പനി ടു ദ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ. കമ്പനി ഈ ന്യൂഷ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോട്ടൽ എത്ര സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട് എന്ന് കമ്പനിയെയും അതുപോലെ തന്നെ മെർച്ചൻറ്റ് ബാങ്കറെയും ഇൻഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ചുമതലയും ഈ ഒരു രജിസ്ട്രാറുടേതാണ്. പ്രിപ്പയറിംഗ് അലോട്ട്മെൻറ്റ് രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യുക എന്നതും ഈ ഒരു രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഫൈനലൈസിംഗ് ദ അലോട്ട്മെൻറ്റ് ആസ് പെർ ദ ബേസ് ഓഫ് അപ്രൂവ്ഡ് ബൈ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അംഗീകാരത്തിനനുസരിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ്സ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുക എന്നതും ഈ രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. എൻഷുറിംഗ് ദാറ്റ് ദ കോർപ്പറേറ്റീവ് ആക്ഷൻ ഫോർ ക്രെഡിറ്റിംഗ് ദ ഷെയർസ് ഡിമാറ്റ് അക്കൗണ്ട് ഓഫ് ദി ആപ്ലിക്കൻറ്റ് ഈസ് ഡൺ. അതായത് ഷെയറുകൾ വാങ്ങാൻ അപേക്ഷ വച്ചിരിക്കുന്ന ആപ്ലിക്കൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഷെയർ ആപ്ലിക്കേഷനുകൾ ക്രെഡിറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതും ഈ രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. പ്രിൻറ്റിംഗ് റീഫണ്ട് ഓർഡേഴ്സ് ആൻഡ് ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് റീഫണ്ട് ഓർഡേഴ്സ് അതുപോലെ തന്നെ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്സ് എന്നിവ പ്രിൻ്റ് എടുക്കുക, അത് ഡ്രാഫ്റ്റ് ചെയ്യുക മുതലായിട്ടുള്ള എല്ലാ ചുമതലയും രജിസ്ട്രാറുടേതാണ്. സബ്മിറ്റിംഗ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ കമ്പനി ഫോർ ദെയർ ഫൈനൽ അപ്രൂവൽ, അതായത് ഈ ഒരു ന്യൂഷ്യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സും കമ്പനിയുടെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി കമ്പനിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യുക എന്നതും ഈ രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. പ്രിൻറ്റിംഗ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, അതായത് നമ്മൾ ഈ ഒരു ന്യൂഷ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സായിട്ടുള്ള ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡാറ്റാസൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യുക എന്നതും രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഹെൽപ്പിംഗ് ദ കമ്പനി ഇൻ ഗെറ്റിംഗ് ദ ഷെയർസ് ആർ ലിസ്റ്റഡ്, അതായത് കമ്പനീസ് നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റീസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്നതും ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നതും നമ്മുടെ രജിസ്ട്രാറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇത്രയുമാണ് മെർച്ചൻറ്റ് ബാങ്കർക്ക് വേണ്ടി അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്ന രജിസ്ട്രാർ അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്ന ഇടനിലക്കാർ. ഈ ബാങ്കേഴ്സാണ് മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ സൈസ് അനുസരിച്ച് കൊണ്ടാണ് ഈ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ കളക്ട് ചെയ്യാൻ എത്ര കളക്ഷൻ സെൻറ്റേഴ്സ് വേണം, ഇൻവെസ്റ്റേഴ്സ് ആളുകൾക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ബാങ്കേഴ്സ് വേണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കമ്പനിയുമായി ആലോചിച്ച് ഡിസൈഡ് ചെയ്യുക എന്ന ചുമതലയാണ് ബാങ്കേഴ്സ് എന്ന് പറയുന്ന ഇൻ്റർമീഡിയറിക്കുള്ളത്. ഇവിടെയും നമ്മൾ ഓരോ ബാങ്കേഴ്സ് എന്ന് പറയുന്ന ഈ ഇൻ്റർമീഡിയറ്റ്സിനെയും ന്യൂഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി കമ്പനിയുടെ സെക്യൂരിറ്റീസ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ മെർച്ചൻറ്റ് ബാങ്കറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ബാങ്കേഴ്സിനെ എപ്പോഴും അതിനു വേണ്ടി അപ്പോയിൻമെൻറ്റ് ചെയ്യുകയുള്ളൂ. അതായത് ഒരു ബാങ്കേഴ്സിന് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്, ഇതിനു മുമ്പ് ഈ തരത്തിലുള്ള ന്യൂഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ന്യൂഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇന്നീ പാസ്റ്റ് ഹിസ്റ്ററീസൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബാങ്കേഴ്സിനെ ന്യൂഷ്യൂ ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയുള്ളൂ. ഈ തരത്തിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ബാങ്കേഴ്സായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണ്ടത്ര ഉണ്ടോ എന്നും അതുപോലെ തന്നെ മാൻ പവർ ആവശ്യത്തിനുണ്ടോ എന്നും അതുപോലെ തന്നെ ബാങ്കുകളുടെ ബ്രാഞ്ച് ലൊക്കേഷൻസ് എവിടെയൊക്കെ ഉണ്ട് എന്നും അതുപോലെ തന്നെ ആ ഒരു ബ്രാഞ്ചിൻ്റെ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനലൈസ് ചെയ്തതിന് ശേഷവും എഫിഷ്യൻസി പരിശോധിച്ചതിന് ശേഷവുമാണ് മെർച്ചൻറ്റ് ബാങ്കറുമായിട്ട് ആലോചിച്ച് ഈ ഒരു ബാങ്കേഴ്സിനെ ന്യൂഷ്യൂ ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. എല്ലാ കളക്ഷൻ സെൻറ്റേഴ്സിനും ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂവിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മെർച്ചൻറ്റ് ബാങ്കറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇതുകൂടാതെ തന്നെ ഈ തരത്തിലെ ഓരോ കളക്ഷൻ സെൻറ്റേഴ്സിനും വേണ്ടത്ര ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂസ് എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതും ആരുടെ ചുമതലയാണ്? മെർച്ചൻറ്റ് ബാങ്കറുടെ ചുമതലയാണ്.
ഇനി ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ആണ് എല്ലാ ആപ്ലിക്കേഷൻ ഫോമും രജിസ്ട്രാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആപ്ലിക്കേഷൻസ് ഫോമൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം. അതായത് നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിച്ചമുള്ള ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷൻ ഫോമും രജിസ്ട്രാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട ചുമതലയും ഈ ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂവിനാണുള്ളത്. ഇനി മറ്റൊരു ഇൻ്റർമീഡിയറിയാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ അണ്ടർറൈറ്റിംഗ് ആക്ടിവിറ്റീസ് നിർവഹിക്കുകയും സെബിയിൽ രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെയാണ് നമ്മൾ സിൻഡിക്കേറ്റ് ബാങ്ക്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ അണ്ടർറൈറ്റിംഗ് ആക്ടിവിറ്റീസ് നിർവഹിക്കുകയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെയാണ് നമ്മൾ സിൻഡിക്കേറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഈ ന്യൂഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ്സും നിർവഹിക്കുന്ന അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ഈ ഒരു സിൻഡിക്കേറ്റ് മെമ്പേഴ്സും ഈ ഒരു ന്യൂഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സെല്ലേഴ്സിനെയും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് വാങ്ങി പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു ഇടനിലക്കാരൻ്റെ റോളാണ് പ്രധാനമായിട്ടും സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വഹിക്കുന്നത്. ഇനി മറ്റൊരു ഇടനിലക്കാരനാണ് ഡിപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഈ ഡിപ്പോസിറ്ററീസ് എന്നത് ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെയാണ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർ, ഡിബഞ്ചർ, ബോൺസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നിവയൊക്കെയും ഒരു ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യപ്രകാരവുമാണ്. ഡിപ്പോസിറ്ററീസ് ഈ സെക്യൂരിറ്റീസ് സൂക്ഷിക്കുന്നതിൻ്റെ ഒപ്പം സെക്യൂരിറ്റീസ് കൈമാറ്റം ചെയ്യുവാനുള്ള സൗകര്യം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സെക്യൂരിറ്റീസൊക്കെയും ഡിമെറ്റലൈസ്ഡ് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ഒരു ഡിപ്പോസിറ്ററീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ സെക്യൂരിറ്റീസ് വാങ്ങുന്ന ഡിപ്പോസിറ്ററീസിലെ അവർ ഈ ഒരു ഡിമെറ്റലൈസ്ഡ് ഫോമിൽ അവരുടെ ഡിമാൻഡ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓരോ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സും എന്തൊക്കെയാണ് എന്ന് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിനി പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. നോൺ വോട്ടിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആ ഷെയർ ഹോൾഡറിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുകയില്ല. പക്ഷേ ഈ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയെ ബേസ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഹൈ ഡിവിഡൻഡ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് നോൺ വോട്ടിംഗ് ഷെയർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഷെയർ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്, SWDVR. അതായത് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കമ്പനീസ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഷെയർസ് വാങ്ങുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന വോട്ടിംഗ് റൈറ്റിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് വാങ്ങുന്ന ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നുണ്ട്. സാധാരണ ഷെയറുകളേക്കാൾ കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നേടിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഷെയറാണ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്ലോട്ടിംഗ് ബോൺസ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോൺസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലോട്ടിംഗ് റേറ്റ് ബോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനീസ് പണം റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കില്ല. അത് എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഒരു സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിൻ്റെ കണ്ടീഷനുകൾക്കനുസരിച്ചുകൊണ്ട് എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഓരോ തവണയും കിട്ടുന്ന അവർ ആ കമ്പനിയിൽ ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുകയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ തവണയും ഡിഫറൻ്റ് ആയ രീതിയിലായിരിക്കും കിട്ടുക. ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ആദ്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് SBI ബാങ്കാണ്. ഇനി മറ്റൊരു ബോണ്ടാണ് സെക്യൂർഡ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട
ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് എന്ന് പറയുന്നത്. അത് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് എന്ന് പറയുന്നത് ഒരു 4 to 7 ഇയർ നോട്ടീസ് പീരീഡിനുള്ളിൽ ഒരു പ്രീമിയം ഇഷ്യൂ റിഡീം ചെയ്യുവാനുള്ള ഒരു ഡിറ്റാച്ചബിൾ വാറൻറ്റീസാണ് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിപ്പോസിറ്ററി റിസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് സാധാരണയായിട്ട് ഫോറിൻ കമ്പനീസിൻ്റെ ഷെയർസിനും അതുപോലെ തന്നെ അണ്ടർലൈൻ സ്റ്റോക്കിനും എഗനസ്റ്റായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ കമ്പനിക്ക് 2 രീതിയിൽ ഫോറിൻ മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്തെന്ന് നമുക്ക് നോക്കാം. ADR എന്നത് ഒരു US ഡോളർ ഡിനോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് അഥവാ ADR എന്ന് പറയുന്നത്. ഒരു നോൺ അമേരിക്കൻ കമ്പനി ലോക്കൽ കറൻസിയിൽ ഇക്വിറ്റി ഷെയർ പബ്ലിക്കലി ട്രേഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് അഥവാ ADR എന്ന് പറയുന്നത്. ADRൽ കൂടിയാണ് അല്ലെങ്കിൽ ADR അല്ല എങ്കിൽ അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സിൽ കൂടിയാണ് ഒരു അമേരിക്കൻ ഇൻവെസ്റ്റർക്ക് തങ്ങളുടെ രാജ്യത്തിരുന്നു കൊണ്ട് ഫോറിൻ കമ്പനീസിൻ്റെ ഷെയറുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് ADRൽ കൂടി മാത്രമാണ്. അതായത് ഒരു അമേരിക്കൻ ഇൻവെസ്റ്റർക്ക് തങ്ങളുടെ രാജ്യത്തിരുന്നു കൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് വെളിയുള്ള ഫോറിൻ കമ്പനികളുടെ ഷെയറുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് ഏതിൽ കൂടിയാണ് ADRൽ കൂടി മാത്രമാണ് സാധ്യമാവുക. ഇൻഫോസിസ്, ICICI ബാങ്ക്സ് മുതലായിട്ടുള്ള കമ്പനീസാണ് ADR ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് അഥവാ GDR എന്തെന്ന് നോക്കാം. GDRലാണെങ്കിലും സാധാരണയായിട്ട് ഡോളർ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് GDRലാണെങ്കിലും എന്താ പറഞ്ഞേക്കുന്നത്, ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്നത് ഡോളർ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയായിരിക്കും. ഇനി മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതാണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോറിൻ കറൻസിയിലേക്ക് ഫണ്ട് റേസ് ചെയ്യുവാനായിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ കാറ്റഗറീസ് ബോണ്ടുകളെയാണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഡൊമസ്റ്റിക് കറൻസിയിലേക്കല്ലാതെ മറ്റ് കറൻസിയിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് ഈ ഒരു ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ടിൽ കൂടി ചെയ്യുന്നത്. അതായത് ഒരു ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഇന്ത്യൻ കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് മറ്റ് രാജ്യങ്ങളിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലേക്കല്ലാതെ എന്ത് ചെയ്യണം, ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണം അല്ലേ. ആ തരത്തിൽ ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനി, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, അവർ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അവരുടെ ഡൊമസ്റ്റിക് കറൻസീസ് അല്ലാതെയുള്ള മറ്റ് കറൻസിയിലേക്ക് ഇഷ്യൂ ചെയ്യുകയാണ് ഈ ഒരു ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ടിൽ കൂടി ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി മറ്റൊരു ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് യാൻഗി ബോണ്ട് എന്ന് പറയുന്നത്. ഒരു നോൺ അമേരിക്കൻ കമ്പനി US ബോണ്ട് മാർക്കറ്റിൽ ഡോളർ ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്ന ബോണ്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ യാൻഗി ബോണ്ട്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ യാൻഗി ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ US-ലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള റെഗുലേറ്ററി ലോസും പാലിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവർക്ക് എളുപ്പത്തിൽ ഫണ്ട് റേസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് യാൻഗി ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് വളരെയധികം ഫണ്ടുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ US-ൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്.
അതായത് ഹൈബ്രിഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഇക്വിറ്റി ഷെയറിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടിയേക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ്, ബോൺസ്, വാറൻറ്റ്സ്. അതായത് നമുക്ക് എന്താണ് ഒരേ സമയം കമ്പനിയുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുവാനും അതുപോലെ തന്നെ കമ്പനിയിൽ നിന്നും എന്താണ് മാസം നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടുവാനുള്ള അവകാശവും ഒരേ സമയം എന്ത് ചെയ്യുന്നു നമ്മുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. ആ തരത്തിൽ ഇക്വിറ്റി ഷെയറിൻ്റെയും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഒരുപോലെ ഒരുമിച്ച് ചേർന്നേക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് എന്ന് പറയുന്നത്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബോൺസ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഫിനാൻഷ്യൽ കമ്പനീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സോ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഡെബിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബോണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ കമ്പനീസോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതോറിറ്റീസോ എന്ത് ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കുന്നതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് തികയാതെ വന്നു കഴിഞ്ഞാൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിൻ്റെ കൈകളിൽ നിന്നും പണം സബ്സ്ക്രൈബ് ചെയ്യുകയും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുത്തുകൊണ്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുകയും ആ പണം യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ളൊരു ബോണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തൊരു ബോണ്ടാണ്. ഇനി മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് പെർപെച്വൽ ബോൺസ് എന്ന് പറയുന്നത്. പെർപെച്വൽ ബോൺസ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഈ പെർപെച്വൽ ബോൺസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചത് 2005 ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മച്യൂരിറ്റി കാലാവധി എന്ന് പറയുന്നത് 15 years ആണ്. സാധാരണയായിട്ട് ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കും ഈ തരത്തിലുള്ള പെർപെച്വൽ ബോൺസ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ, അതായത് ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കും പെർപെച്വൽ ബോൺസിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട്സ് ആണ്. അതായത് ഇവിടെ അണ്ടർലൈൻ അസറ്റ്സ് എന്ന് പറയുന്നത്, അതായത് കമ്മോഡിറ്റീസ്, കറൻസീസ്, ബോൺസ്, സ്റ്റോക്ക് ഇൻഡിസീസ് മുതലായിട്ടുള്ള അസറ്റുകളുടെ വാല്യൂവിൽ നിന്നും ഡെറീവ് ചെയ്തിട്ടുള്ള വാല്യൂസാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ആ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റാണ് സെക്യൂരിറ്റീസ്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സെക്യൂരിറ്റീസ്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ ഈ സെക്യൂരിറ്റീസ്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നത്. ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇവിടെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് മോട്ടേഴ്സ്, കാർ ലോൺസ് എന്നിവയൊക്കെ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ അവസാനിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.